ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണം. പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ചയിൽ ഏർപ്പെടണം. അല്ലെങ്കിൽ രാജ്യം വലിയ വില നൽകേണ്ടി വരും. ഇത് പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യറാണ്. അദ്ദേഹം NDTVക്ക് നൽകിയ ഒരു പഴയ ഇന്റർവ്യൂവിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു തമാശയുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്നും ഇന്ത്യ പ്രകോപിച്ചാൽ പാകിസ്ഥാൻ അത് പ്രയോഗിക്കുമെന്നുള്ള കാര്യം. ഇവിടെ മണിശങ്കർ എന്ന വ്യക്തിയെ അല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഭയകവചമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭയം, അതുപോലെ തന്നെ വിഡ്ഢിത്തം വിളമ്പുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു അലങ്കാര പട്ടമാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള സാം പിട്രോഡയുടെ വംശീയ പരാമർശങ്ങൾ അതിന്റെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മണിശങ്കർ അയ്യറിന്റെ ഈ ഒരു പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ഇതാരും ശ്രദ്ധിക്കാതെ പോയി. ഇപ്പോ പിട്രോഡയുടെ പരാമർശം അലയടിക്കുമ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളുടെയും വിഡ്ഢിത്തം ഇതുപോലെ അഴിഞ്ഞു വീഴുന്നത്. പിട്രോഡ പറഞ്ഞത് സാമ്പിൾ വെടിക്കെട്ടായിരുന്നുവെങ്കിൽ ഇവിടെ മണിശങ്കർ അയ്യരുടെ പ്രതികരണം വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതായത് പാകിസ്ഥാനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സമീപിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇന്ത്യ കാണാൻ പോകുന്നത് വലിയൊരു വിപത്താണെന്നുള്ളത്. ഇവിടെ മണിശങ്കർ അയ്യർ പാകിസ്ഥാൻ അനുകൂലിയാണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും സാമ്പത്തികമായും എല്ലാം കൊണ്ടും തകർന്ന് കൂപ്പുകുത്തുന്ന പാകിസ്ഥാന് ഒരു പക്ഷേ മണിശങ്കറിന്റെ ഈ ഒരു പ്രതികരണം കേട്ടാൽ കുറച്ചൊരു മനസമാധാനം ഉണ്ടാകും. ഒരു ഇന്ത്യക്കാരൻ ആയ ഒരാൾക്ക് ഇത് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ പ്രതികരണമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കോൺഗ്രസ് അവിടെ തനി രൂപം ഓരോ ദിവസം കഴിയും തോറും പുറത്തു കൊണ്ടുവരികയാണ്. മണിശങ്കർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ഇത് ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കോൺഗ്രസിന് വിള്ളൽ വരുത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ പദവിയിൽ ഇരുന്ന ഒരാളാണ് ഈ മണിശങ്കർ അയ്യർ. അദ്ദേഹത്തിന്റെ മുന്നും പിന്നും നോക്കാതെയുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന് വലിയ ക്ഷീണം തന്നെയാകും. സ്വന്തം രാജ്യത്തെ എങ്ങനെ കരകയറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. അതുപോലെ അവിടെ അധപ്പതനം നടന്നു കഴിഞ്ഞു. പട്ടിണിയിലേക്കും അതുപോലെ ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത് തന്നെ. തീവ്ര മതം തലയ്ക്ക് പിടിച്ച് ഇല്ലാതാവുന്ന ജീവിതങ്ങളാണ് അവിടെ കൂടുതലും. അതിൽ നിന്നും മോചനം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടിപ്പോ. മതം ആണ് ആ രാജ്യത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അവിടെ വന്നിട്ടുണ്ട്. സൗദിയെ പോലെ അവിടെയും തീവ്ര മതത്തിൽ നിന്നും പാകിസ്ഥാൻ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എക്കണോമിക്കലി എങ്ങനെ അവിടെ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയെ തകർത്തു കളയാം, അല്ലെങ്കിൽ ആയുധം പ്രയോഗിച്ച് വീഴ്ത്താം എന്നിപ്പോ അവർ ചിന്തിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ മാത്രം പാകിസ്ഥാനൊന്നും വളർന്നിട്ടില്ല. പാകിസ്ഥാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററി എഫിഷ്യൻസി വളരെ വലുതായിട്ടുള്ള കാര്യമാണ്. ഇനി പാകിസ്ഥാന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആയുധബലം ഇന്ത്യയിലുണ്ട്. ഒരിക്കലും ഒരു രാജ്യവും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ഇന്ത്യയെ എക്കാലത്തെയും തീവ്രവാദി ആക്രമണം അഴിച്ചുവിട്ട ഒരു രാജ്യം തന്നെയാണ് ഈ പാകിസ്ഥാൻ. ഒരുപാട് നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെയും അതുപോലെ തന്നെ ജവാന്മാരുടെയും ജീവൻ പൊലിഞ്ഞിരുന്നു. അങ്ങനെയുള്ള പാകിസ്ഥാനെ ഇന്ത്യ ബഹുമാനിക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ തള്ളിക്കളയുന്നു? എന്തുകൊണ്ടൊരു നടപടി കോൺഗ്രസ് എടുക്കുന്നില്ല? തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തുന്ന ആർക്കെതിരെയും, അത് ഏത് നേതാവായാലും
ജനപ്രതിനിധിയായാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്.